മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി തന്റെ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്യാനൊരുങ്ങുകയാണ് പ്രമുഖ സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ. ഈ അടുത്തിടെ ഡീൻ ഡെന്നീസ് ചിത്രം ബസൂക്കയിൽ ഒന്നിച്ച് അഭിനയിച്ച കോംബോ മറ്റൊരു ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നതായി നേരത്തെ റൂമറുകൾ വന്നിരുന്നു. ബസൂക്കയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇരുവരും പുതിയ സിനിമയെക്കുറിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ടെന്നും വൈകാതെ ആ പ്രൊജക്ട് ഓൺ ആവുമെന്നുമായിരുന്നു റൂമർ. ഇപ്പോൾ ഇത് ആ റൂമർ സത്യമായിരിക്കുകയാണ്. പുറത്തുവന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടിലനുസരിച്ച് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് ഈ ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായി എത്തുക. നേരത്തെ ഒരുപിടി സൂപ്പർ ചിത്രങ്ങളിൽ ഒന്നിച്ചിട്ടുള്ള ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരും ആരാധകരും വളരെ കാലമായി കാത്തിരിക്കുകയാണ്. ഇതോടെ ഇരട്ടി സന്തോഷത്തിലായിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ. ഒരേ സമയം തമിഴിലും മലയാളത്തിലും ഒരുക്കുന്ന ചിത്രം അടുത്ത മാസം ആരംഭിക്കാനാണ് പ്ലാൻ. നേരത്തെ ജിതിൻ കെ ജോസ് ചിത്രത്തിലാവും മമ്മൂക്ക അടുത്തതായി അഭിനയിക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ താരങ്ങളുടെ ഡേറ്റ് ഇഷ്യൂസ് മൂലം ആ പ്രൊജക്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗൗതം മേനോൻ ചിത്രത്തിൽ പൂർത്തിയായ ശേഷമാവും മമ്മൂക്ക മറ്റ് സിനിമകളിലേക്ക് കടക്കുക. ഗൗതം മേനോൻ മമ്മൂട്ടി നയൻതാര കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്നതിലുപരി ടർബോയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അടുത്ത ചിത്രമെന്ന പ്രത്യേകതയും ഈ പ്രൊജക്റ്റിനുണ്ട്. എല്ലാം കൊണ്ടും പ്രതീക്ഷയ്ക്ക് വകയുള്ള ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ടർബോയുടെ റിലീസിന് ശേഷം ഉണ്ടാവും. കാത്തിരിക്കാം ആ വമ്പൻ സിനിമയുടെ അനൗൺസ്മെന്റിനായി. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.